ഓരോ സീസണിന്റെയും ആരംഭം പോലെ ഹൈപ്പിന്റെ ഗ്രാഫ് അങ്ങ് ഉച്ചസ്ഥായിൽ തന്നെയായിരുന്നു. അതിനും കാരണങ്ങളുണ്ട്. ലൂണയും നോഹയും അടക്കം ബ്ലാസ്റ്റേഴ്സിന്റെ 6 വിദേശ താരങ്ങളും ടീം വിട്ട സാഹചര്യത്തിലാണ് അടിക്കടി പുതിയ താരങ്ങളെ മാനേജ്മെന്റ് എത്തിച്ചത്. സൂപ്പർ കപ്പിലെ പ്രകടനം എടുത്തു നോക്കുമ്പോൾ കാറ്റാല മറ്റ് തന്ത്രങ്ങളെ പായ്വേലയാക്കുമെന്ന് കരുതിയെടുത്താണ് ബ്ലാസ്റ്റേഴ്സിന് കണി തന്നെ കെണിയാവുന്നത്. തുടക്കത്തിൽ കാറ്റാലക്ക് കീഴിൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞു തുടങ്ങി. അന്നും പതിവ് വാക്യങ്ങൾ ഉയർന്നു കേട്ടു. തുടക്കം പതിറിയ കൊമ്പന്മാരെ പേടിക്കണമത്രേ. പക്ഷേ കാറ്റാലക്ക് കീഴിൽ 6 മത്സരങ്ങൾ പിന്നിട്ടതോടെ പല നാടകീയതകളും അരങ്ങേറി. 6ൽ 5ലും പരാജയപ്പെട്ടപ്പോൾ ആശ്വസിക്കാൻ ഒരു സമനില മാത്രമാണ് കാറ്റാലയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. എന്തെല്ലാമായിരുന്നു ആ നാടകീയതകൾ? മഞ്ഞപ്പട ബ്ലാസ്റ്റേഴ്സിനെ ബഹിഷ്കരിച്ചു. തുടർ തോൽവികളാൽ കാറ്റാലയുടെ സീറ്റ് തെറിച്ചു. അതോടെ മാനേജ്മെന്റിന്റെ പല കള്ളികളും വെളിച്ചത്തിലായി. ടീമിലെത്തിയ വിദേശ താരങ്ങളോട് മാനേജ്മെന്റ് വാഗ്ദാനം ഇപ്രകാരമായിരുന്നു: നിങ്ങൾക്ക് കളിക്കളത്തിൽ അവസരം നൽകാം, പക്ഷേ സാലറി എന്ന ഒന്നില്ല. എല്ലാം പുകഞ്ഞു കിടക്കുന്ന സമയത്താണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത പ്രഖ്യാപനം വരുന്നത്. ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആഷ്ലി വെസ്റ്റ്വുഡ് ആ പരിശീലക സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. അതിത്തിരി ആശ്വാസം നൽകിയതാണ്. എന്നാൽ അയാൾക്കും പ്രതീക്ഷിച്ച തുടക്കം ലഭിച്ചില്ലായിരുന്നു. എന്നാൽ ആ പരാജയത്തിൽ നിന്ന് പിഴവുകളെല്ലാം മനസ്സിലാക്കി വീണ്ടും അംഗത്തിനിറങ്ങി. ഇത്തവണ ബംഗളൂരു FC അവരുടെ മടയിൽ കയറി ചരിത്രത്തിൽ ആദ്യമായി പരാജയപ്പെടുത്തി. പിന്നാലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ സമനില നേടുന്നു. തൊട്ടടുത്ത മത്സരത്തിൽ ജംഷഡ്പൂർ FC അങ്കത്തട്ടിലിട്ട് കൊട്ടി ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരികയാണ്. 6 മത്സരങ്ങളിൽ കാറ്റാലക്ക് നേടാനായത് വെറും 1 പോയിന്റ് മാത്രമായിരുന്നു. എന്നാൽ ആഷ്ലി വെസ്റ്റ്വുഡ് എത്തി 4 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റ് ബ്ലാസ്റ്റേഴ്സിന് നേടിക്കൊടുത്തു. ഇന്നിതാ ഒഡീഷയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ്. അതും അവസാന മിനിറ്റിലെ ത്രില്ലർ ഗോൾ കൊണ്ട്. ഈ വിജയത്തോടെ 5 മത്സരങ്ങളിൽ നിന്ന് ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന മാനേജർ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിക്കൊടുക്കുന്നത് 10 പോയിന്റാണ്. എന്തൊരു തിരിച്ചുവരവാണിത്! കാറ്റാലിൽ നിന്നും വ്യത്യസ്തമായി ആഷ്ലിക്ക് മുന്നേറ്റത്തിന് ഊറ്റം പകരാൻ 2 കുന്തമുനകൾ ഉണ്ടായിരുന്നു: ഫ്രഞ്ചുവും ബെനാരിഫും. ബംഗളൂരുവിന്റെ തട്ടകത്തെ നിശബ്ദതയിലായിത്തിയായിരുന്നു ഫ്രാൻസിസ്കോയുടെ അരങ്ങേറ്റം. ഫ്രഞ്ച് 8ന്റെ പഞ്ചിൽ ബംഗളൂരുവിന്റെ വിജയമോഹങ്ങൾ കാറ്റിൽ പറന്നു. ബെനാരിഫാകട്ടെ കളിക്കളത്തിൽ തന്റേതായ നീക്കത്തിലൂടെ മികവ് പുലർത്തി. ജംഷഡ്പൂർ FCക്കെതിരെ നിഹാൽ സുദേശിന്റെ ഗോളിന് വഴിയൊരുക്കിയത് ബെനാരിഫ് തന്റെ സാന്നിധ്യത്തിന് അടിയറപ്പാക്കി. ആ കർത്തവ്യം നിർവഹിക്കാൻ ഫ്രാൻസിസ്കോയും മറന്നില്ലായിരുന്നു. വിപിൻ മോഹന്റെ ഹെഡർ ഗോളിന് കോർണർ ലൈനിൽ നിന്ന് അളന്നു തൂക്കിയ ക്രോസ് എത്തിച്ച് ലീഗിലെ തന്റെ ആദ്യ അസിസ്റ്റ് അയാൾ സ്വന്തമാക്കി. കാര്യങ്ങൾ ഇത്ര വരെ എത്തിയ സ്ഥിതിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം: കാറ്റാല പണിയെടുത്ത ബ്ലാസ്റ്റേഴ്സിൽ ആഷ്ലി വുഡ് കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതേ ലൈനുകൾ വെച്ച് എങ്ങനെയാണ് ബാംഗ്ലൂരുവിനെയും ജംഷഡ്പൂരിനെയും ഒഡീഷയെയും കൊമ്പന്മാർ പിഴുതെറിഞ്ഞത്? കാറ്റാല പന്തടക്കത്തോടെ കളിമനയാനാണ് താരങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയത്. വിടവ് കണ്ടെത്തി വല ഭേദിക്കുക എന്നതായിരുന്നു അയാളുടെ വ്യക്തമായ പ്ലാനിങ്. പക്ഷേ കളിക്കളത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയില്ല. അയാൾ ആവർത്തിച്ച ആ മിസ്റ്റേക്ക് താനും ആവർത്തിക്കരുതെന്ന് ആഷ്ലി വെസ്റ്റ്വുഡിന് ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. എവിടെയാണ് ബ്ലാസ്റ്റേഴ്സിന് പിഴച്ചതെന്ന് അയാൾ മനസ്സിലാക്കി. സെറ്റ് പീസിൽ നിന്ന് ഗോൾ കണ്ടെത്തിയെങ്കിലും കളിമനഞ്ഞ് ഗോൾ കണ്ടെത്താൻ കാറ്റാലിയുടെ ബ്ലാസ്റ്റേഴ്സ് പാടുപെട്ടിരുന്നു. എന്നാൽ ആ പിഴവിനെ തന്നെ ആഷ്ലി വെസ്റ്റ്വുഡ് മനോഹരമായി പരിഹരിച്ചു. പെടുന്നനെയുള്ള ആക്രമണ ഫുട്ബോളാണ് അയാളിലെ തന്ത്രം. ആ തന്ത്രത്തിന് മുന്നിൽ എതിരാളികൾ ഓരോന്നായി കീഴടങ്ങുകയാണ്. ആഷ്ലി വെസ്റ്റ്വുഡിന് ആ ഒഴിഞ്ഞുകിടക്കുന്ന ഗാലറികളൊന്ന് നിറഞ്ഞു കാണണം. അയാളുടെ വാക്കുകളിൽ ആർത്തിരമ്പുന്ന മഞ്ഞക്കടലിനോടുള്ള അഭിനിവേശം അടങ്ങാത്തതാണെന്ന് ആരാധകർ മനസ്സിലാക്കിയതാണ്. പക്ഷേ അതിനും ഇത്തിരി കാത്തിരിക്കേണ്ടി വരും. കാരണം മാനേജ്മെന്റാണ് പ്രശ്നം. അവരുടെ ഹൃദയസ്പർശനമല്ലാത്ത തീരുമാനങ്ങളാണ്. എന്നിരുന്നാലും ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വന്നിരിക്കുന്നു. ഒഡീഷ FCക്കെതിരെ ആവേശകരമായ എക്സ്ട്രാ ടൈം വിജയവുമായാണ് കൊമ്പന്മാർ കളം നിറഞ്ഞത്. മത്സരത്തിലുടനീളം ഇരു ടീമുകളും ഇഞ്ചോടിഞ്ച് പൊരുതിയപ്പോൾ ഓരോ നീക്കത്തിലും ഉദ്വേഗം വ്യക്തമായിരുന്നു. മത്സരത്തിന്റെ 12ാം മിനിറ്റിൽ വിക്ടർ ബെർത്യോമി നേടിയ ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സാണ് ആദ്യം ലീഡെടുത്തത്. എന്നാൽ 27ാം മിനിറ്റിൽ റെയിം അലിയിലൂടെ ഒഡീഷ തിരിച്ചടിച്ചതോടെ കളി സമനിലയായി. 2ാം പകുതിയിൽ ഇരു ടീമുകളും പ്രതിരോധ കോട്ടകൾ തീർത്തെങ്കിലും വിജയത്തിനായി ദാഹിച്ച ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു. ഒടുവിൽ ഇഞ്ചുറി ടൈമിന്റെ 4ാം മിനിറ്റിൽ, അതായത് 94ാം മിനിറ്റിൽ എബിൻദാസ് എടുത്ത കോർണറിൽ നിന്നും മാത്യൂസ് എർണാണ്ടസ് ആണ് ആ ഗോൾ നേടിയത്.
തകർപ്പൻ ഹെഡർ ഗോളിലൂടെയാണ് അയാൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ലീഡെടുത്ത് മത്സരം വിജയിപ്പിച്ചത്. നിശ്ചയദാർഢ്യത്തോടെ പൊരുതിയ ബ്ലാസ്റ്റേഴ്സ് 2-1 എന്ന സ്കോറിന് വിജയം പിടിച്ചെടുത്തു. തോൽക്കാൻ തയ്യാറാകാത്ത പോരാളികളെ പോലെ അവസാന വിസിൽ വരെ പൊരുതി നേടിയ ഈ വിജയം ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്തും തന്ത്രപരമായ മികവും ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന പോരാട്ടങ്ങൾക്ക് ഈ വിജയം നൽകുന്ന ഊർജം ചെറുതൊന്നുമല്ല. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഇത് എന്തൊരു തിരിച്ചുവരവാണ്. കാറ്റാല വെറും 7 മത്സരങ്ങളിൽ നിന്ന് 1 പോയിന്റ് സമ്മാനിച്ചപ്പോൾ ആസ്ലി വെസ്റ്റ്വുഡ് എന്ന ഈ മാനേജർ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വെറും 4 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റാണ് നേടിക്കൊടുക്കുന്നത്.